ബലറാം, ഇപ്പോൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി CC-യിൽ നിന്ന് PB അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു, പിന്നീട് ജനറൽ സെക്രട്ടറി, പിന്നീട് പൊതുസമ്മേളനം. നടപടിക്രമങ്ങൾ എപ്പോഴേക്ക് അവസാനിക്കും? ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ശേഷിക്കുന്നത്? നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ നടപടികളും പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസ് ഔപചാരികമായി സമാപിക്കുന്ന സമയവും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ വൈകിയാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ വോട്ടെടുപ്പ് എന്ന സാഹചര്യം തന്നെയാണ് ഈ കാര്യങ്ങൾ വൈകാൻ കാരണമായിരിക്കുന്നത്. ഇപ്പോൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. തുടർന്ന് പുതിയ കേന്ദ്ര കമ്മിറ്റി 85 അംഗ കേന്ദ്ര കമ്മിറ്റി, അതിൽ 84 പേരാണ് ഉള്ളത്. ഒരു ഒഴിവ് ഇട്ടിരിക്കുകയാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയിലും. ഈ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പുതിയ പോളിറ്റ് ബ്യൂറോയെ തിരഞ്ഞെടുക്കും. അതിനുശേഷം ജനറൽ സെക്രട്ടറിയുടെ തിരഞ്ഞെടുപ്പും ജനറൽ സെക്രട്ടറിയുടെ ഔപചാരികമായ പ്രഖ്യാപനവുമാണ് ഉണ്ടാകുക. അതിനുശേഷം പൊതുവേദിയിൽ വെച്ചായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെയും പാർട്ടി കോൺഗ്രസിനായി എത്തിയ പ്രതിനിധികളെയും അടക്കമുള്ളവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. പിന്നീടായിരിക്കും ഈ പാർട്ടി കോൺഗ്രസിന് ഔപചാരികമായ സമാപനം ഉണ്ടാവുകയും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന പൊതുസമ്മേളനം, അതിനായുള്ള റാലി അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിലിപ്പോൾ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ തെരഞ്ഞെടുക്കും. നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം എന്നുള്ളത് മുതിർന്ന അംഗങ്ങളടക്കം ഉള്ളവർ മാറി നിന്നിരിക്കുന്നു. പ്രായപരിധി മാനിച്ചുകൊണ്ട് പ്രായപരിധി മാനദണ്ഡം കൃത്യമായി തന്നെ ഈ പോളിറ്റ് ബ്യൂറോ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ, G രാമകൃഷ്ണൻ, സുർജകാന്ത് മിശ്ര അടക്കമുള്ള നേതാക്കൾ അവർ ഒഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് മറ്റ് ചുമതലകളായിരിക്കും നൽകുക. വർഗ ബഹുജന സംഘടനകളുടെ അടക്കമുള്ള ചുമതലകൾ ഇവർക്ക് നൽകുമെന്നാണ് സൂചന. നിലവിലിപ്പോൾ മണിക് സർക്കാരിനെയും പ്രകാശ് കാരാട്ടിനെയും വൃന്ദ കാരാട്ടിനെയും സുഭാഷിണി അലിയെയും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട 2 പേർ, S രാമചന്ദ്രൻ പിള്ള കൂടാതെ വിമൻ ബോസ് എന്നീ 2 പേരും ഈ കേന്ദ്ര കമ്മിറ്റിയിലും പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പുതിയതായി കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരള ഘടകത്തിൽ നിന്നും പുതിയ ആളുകൾ ഇല്ല എങ്കിൽ പോലും മലയാളിയായ വിജു കൃഷ്ണൻ, അദ്ദേഹം കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം നിലവിൽ പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം R അരുൺകുമാർ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ മറിയം ദാവളെ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് മറിയം ദാവളയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം U വസുഗിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പോളിറ്റ് ബ്യൂറോയിലേക്ക്. കൂടാതെ സുർജകാന്ത് മിശ്രയ്ക്ക് പകരം പശ്ചിമ ബംഗാളിൽ നിന്നും സുദീപ് ഭട്ടാചാര്യയെയും, മണിക് സർക്കാരിന് പകരം ത്രിപുരയിലെ സംസ്ഥാന സെക്രട്ടറിയെയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ജിതേന്ദ്ര ചൗധരിയെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ 7 പുതിയ അംഗങ്ങൾ. ഇതോടൊപ്പം തന്നെ ലോക്സഭാംഗം, രാജസ്ഥാനിൽ നിന്നുള്ള ലോക്സഭാംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അമ്ര റാമിനെയും പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിലവിലെ പുതിയ പോളിറ്റ് ബ്യൂറോയിൽ 18 പേരാണ് ഉള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ 8 പേർ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഔപചാരികമായി തന്നെ പുതിയ പോളിറ്റ് ബ്യൂറോയുടെ പട്ടിക അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. ഔപചാരികമായി തന്നെ പുതിയ പോളിറ്റ് ബ്യൂറോയുടെ പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ഈ പ്രായമാനദണ്ഡത്തിൽ ഒഴിവാക്കപ്പെട്ട മണിക് സർക്കാർ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളാകും. ദീപക് ധർമ്മടവും ബലറാം നെടുങ്ങാടിയുമാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നമ്മൾ ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഒരു പ്രായ ക്രൈറ്റീരിയയിൽ മുതിർന്ന നേതാക്കൾ പോകുന്നതോടെ ഒരു തലമുറ മാറ്റം MA ബേബിയുടെ നേതൃത്വത്തിൽ PB-യിൽ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? 1992 ചെന്നൈ പാർട്ടി കോൺഗ്രസിലായിരുന്നു പ്രകാശ് കാരാട്ടിനെ പോലെ, യെച്ചൂരിയെ പോലെയുള്ള യുവ നേതൃനിര, അല്ലെങ്കിൽ അത്രത്തോളം കരുത്തരായ നേതൃനിര പാർട്ടിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഒരു വലിയ മുതിർന്ന നേതാക്കളുടെ കൂട്ടം PB-യിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രായപരിധിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു പുതിയ യുവതലമുറ, അല്ലെങ്കിൽ ഒരു തലമുറ മാറ്റം, യുവത എന്ന് പറയുമ്പോൾ ഒരു തലമുറ മാറ്റം PB-യിൽ ഉണ്ടാകുമെന്നല്ല മനസ്സിലാക്കേണ്ടത്?
ഇതിലൊരു കാര്യം സുഹൈൽ, പാർട്ടി നേരത്തെ തന്നെ 3 ടേമും 75 വയസ്സും തീരുമാനിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രായം അവർക്ക് തീരുമാനിക്കാം. ഇത് തമിഴ്നാട്ടിൽ 72 ആ രീതിയിൽ വിവിധ നേതാക്കൾ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഘടകങ്ങളിൽ നിന്നും മാറിയിട്ടുണ്ട്. സംസ്ഥാന ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഇതിനകമുള്ള സംസ്ഥാന കമ്മിറ്റികൾ വരെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് പാർട്ടി കോൺഗ്രസിൽ, അതായത് മധുര പാർട്ടി കോൺഗ്രസിൽ 24ാം പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി കർക്കശമായി നടപ്പിലാക്കി. കാരണം ഒരു മുതിർന്ന വലിയ നീണ്ട നിരയാണ്, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മാണിക് സർക്കാർ, ജി രാമകൃഷ്ണ, അങ്ങനെ വലിയ നീണ്ട നിരയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത നേതൃസമിതിയായ PB-യിൽ നിന്നും മാറുന്നത്. പക്ഷേ അവർക്കെല്ലാം തന്നെ പാർട്ടിയുടെ വിവിധങ്ങളായ ചുമതലകൾ നൽകും. മാത്രവുമല്ല, ഞാൻ ഈ മാറുന്ന പ്രായപരിധിയെ തുടർന്ന് മാറുന്ന 2 PB അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് യങ് ബ്ലഡുകൾ നേതൃസമിതിയിലേക്ക് വരണം. അതിൻ്റെ തുടർച്ചയായാണ് അരുൺകുമാർ വരുന്നു, അതുപോലെ തന്നെ വിജു കൃഷ്ണൻ വരുന്നു. വിജു കൃഷ്ണൻ കണ്ണൂർ സ്വദേശിയാണെങ്കിലും അദ്ദേഹം ഡൽഹി ഘടകത്തിൻ്റെ ഭാഗമാണ്, കിസാൻ സഭ ജനറൽ സെക്രട്ടറിയാണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പറായി ഡൽഹി AKG ഭവനിൽ പ്രവർത്തിക്കുന്നവരാണ് വിജു കൃഷ്ണനും അതുപോലെ തന്നെ ഈ അരുൺകുമാറും. ഇതുകൂടാതെ തന്നെ മറിയം ധവള വരുന്നു. ഇത്തരത്തിൽ ഒരു മിക്സ്, അതായത് യുവാക്കളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പുതിയ PB വരികയും ഈ മധുര പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന വലിയ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനം സംഘടനാപരമായിട്ട് കൊൽക്കത്ത പ്ലീനത്തിന് ശേഷം പാർട്ടിയിൽ നടപ്പിലാക്കിയ തെറ്റുതിരുത്തൽ പ്രക്രിയയുണ്ട്. അത് ബ്രാഞ്ച് തലം മുതൽ CC തലം വരെ വലിയ രീതിയിൽ നടത്തിയതായിരുന്നു. ആ പ്രക്രിയ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ വീണ്ടും 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ പോകുന്നു. ഇന്ന് ഈ പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിൻ്റെ മറുപടി VV രാഘവലു പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുകയാണ്, പാർട്ടിയിൽ അടിമുടി തെറ്റുതിരുത്തൽ പ്രക്രിയ നടപ്പിലാക്കേണ്ടതുണ്ട്. വിമർശനവും സ്വയം വിമർശനവും ശക്തമായി എല്ലാ ഘടകങ്ങളിലും നടക്കേണ്ടതുണ്ട്. ഓരോ സഖാവിലും അതുപോലെ തന്നെ ആ സഖാവിൻ്റെ ഘടകത്തിലും ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ നടപ്പിലാക്കുകയും വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്താണ്. ആ കരുത്ത് കൃത്യമായി ആർജിക്കാനുള്ള നടപടിക്രമങ്ങൾ സംഘടനാപരമായി ഉണ്ടാകണമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ് ഏറ്റവും നിർണായകമായൊരു തീരുമാനമെടുത്തത് പാർട്ടിയിൽ പ്രായപരിധി നടപ്പിലാക്കി നേതൃസമിതിയിൽ നിന്നും 7 പേർ മാറുന്നു. ഇതിൽ പ്രായത്തിൽ ഇളവ് നൽകിയത് നേരത്തെ കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ ഇളവ് കഴിഞ്ഞ തവണ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി മധുര പാർട്ടി കോൺഗ്രസും ഇളവ് നൽകുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്ത് ആകെയുള്ള CPIM-ൻ്റെ ഒരു മുഖ്യമന്ത്രി, ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലാണ് പിണറായിക്ക് ഇളവ് നൽകിയിരിക്കുന്നത്. CC-യിലാണെങ്കിൽ ശ്രീമതി ടീച്ചർക്കും അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് ഉള്ള പ്രതിനിധിക്കും മാത്രമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. അങ്ങനെ യൂസഫ് തരിഗാമിക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ അനിവാര്യരായ ചിലരെ മാത്രം ഈ പ്രായപരിധിയിൽ ഇളവ് നൽകുകയും മറ്റു നേതാക്കൾ മറ്റു ചുമതലകളിലേക്ക് മാറി യുവാക്കളെയും സ്ത്രീകളെയും നേതൃസമിതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. സുഹൈൽ.